നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ട്രെൻഡിംഗ് ആയ ഒരു വാർത്തയായിരുന്നു ചൈന 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ പറത്തി എന്നുള്ളത്. ഇവിടെ പലരും വിട്ടുപോയതോ അതോ ബോധപൂർവം വിസ്മരിച്ചതോ ആയ മറ്റൊരു കാര്യമുണ്ട്. അതായത് US ആണ് ആദ്യമായിട്ടൊരു 6ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ പ്രോട്ടോടൈപ്പ് ഇറക്കി എന്നുള്ള കാര്യം. ചൈനയുടെ ഈ വാഴ്ത്തപ്പെട്ട 6ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്പോഴും അവർ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് തന്നെ പറയാം ഇതൊരു പ്രോട്ടോടൈപ്പ് ആണെന്നുള്ളത്. അതായത് ഫുൾ ഓപ്പറേഷണൽ ക്ലിയറൻസിന് മുമ്പുള്ള പരീക്ഷണ മോഡൽ J-36 എന്നാണ് ഈ മോഡലിന് പേര് നൽകിയിരിക്കുന്നത്. മാവോ സേതോങ്ങിന്റെ ജന്മദിനത്തിൽ തന്നെയാണ് ചൈന ഈ മോഡൽ പുറം ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനു മുൻപ് നവംബറിൽ നടന്ന സുഹോയ് എയർ ഷോയിൽ ചൈന വൈറ്റ് എംപറർ എന്നൊരു മോഡൽ കൂടി പുറം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതും ഒരു 6ാം തലമുറ യുദ്ധവിമാനമാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്ന J-36 വിമാനത്തിനെ കുറിച്ച് ചൈന കൂടുതലൊന്നും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് പ്രമുഖ അനലിസ്റ്റുകളുടെ വീക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. 6ാം തലമുറ യുദ്ധവിമാനം എന്താണെന്ന് അറിയണമെങ്കിൽ 1 മുതൽ 5 വരെയുള്ള തലമുറയിലെ യുദ്ധവിമാനങ്ങളെയും അറിയേണ്ടതായി ഉണ്ട്. അതും കൂടി ഇവിടെ നോക്കാം. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും മൊത്തം എയർക്രാഫ്റ്റുകളുടെ എണ്ണത്തിലും ഇന്ത്യയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ചൈന എന്തുകൊണ്ട് WDMMAയുടെ ഗ്ലോബൽ എയർ പവർ റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ താഴെ പോയി എന്നുകൂടി പരിശോധിക്കാം. യുദ്ധവിമാനങ്ങളെ ഓരോ തലമുറയിൽപ്പെടുത്തി ഡിഫൻസ് അനലിസ്റ്റുമാർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓതറൈസ്ഡ് ആയിട്ട് അത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഓരോ ജനറേഷനും തമ്മിൽ ഒരു ക്ലിയർ കട്ട് ബൗണ്ടറി കാണില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില രാജ്യങ്ങളുടെ 4ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് മറ്റു ചില രാജ്യങ്ങളിലെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ കാണുന്ന പല സവിശേഷതകളും കണ്ടെന്ന് വരാം. നമുക്കിവിടെ 1 മുതൽ 6 വരെയുള്ള തലമുറകളെ വേഗത്തിലൊന്ന് നോക്കാം. 1ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കാലം എന്ന് പറയുന്നത് 1945 മുതൽ 55 വരെയുള്ള കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് വിമാനത്തിൽ ആദ്യമായിട്ട് ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അതിനു മുൻപ് വരെ പിസ്റ്റൺ എഞ്ചിനുകളായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ വിമാനങ്ങൾക്ക് റഡാർ സംവിധാനമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ വെടിയുതിർത്തിരുന്നത് മാനുവലി കൺട്രോൾഡ് ഗൺസ് വെച്ചായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ചിറകുകളുടെ ഡിസൈനാണ്. അവ സ്ട്രെയിറ്റ് ആയിരുന്നു. അൺസ്വെപ്റ്റ് വിങ്സ് എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് വിമാനങ്ങളുടെ വേഗത എന്നത് 0.3 മുതൽ 0.8 മാക്ക് വരെയാണ്. ശബ്ദ വേഗതയാണ് 1 മാക്ക് എന്ന് പറയുന്നത്. അതായത് മണിക്കൂറിൽ 1235 കിലോമീറ്റർ വേഗത. 1950 മുതൽ 53 വരെ നീണ്ടു നിന്നിരുന്ന കൊറിയൻ യുദ്ധമാണ് 2ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പിറവിക്ക് കാരണമായത്. വിമാനങ്ങളിൽ റഡാറും ഇൻഫ്രാറെഡ് സംവിധാനവും ഒക്കെ ഘടിപ്പിക്കാൻ തുടങ്ങി. ആഫ്റ്റർ ബർണർ ഉപയോഗിച്ച് വിമാനങ്ങൾ ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വെടിയുതിർക്കുന്ന സംവിധാനങ്ങളിലും മാറ്റം വന്നു. അതോടൊപ്പം തന്നെ ചിറകുകളുടെ ഡിസൈനിലുമൊക്കെ വ്യത്യാസം കണ്ടു തുടങ്ങി. 1965 മുതൽ 70കളുടെ തുടക്കം വരെയുള്ള കാലഘട്ടമായിരുന്നു 3ാം തലമുറ യുദ്ധവിമാനത്തിൻ്റേത്. യുദ്ധവിമാനങ്ങളിൽ കാര്യമായ ഒരു പരിഷ്കാരം കണ്ടു തുടങ്ങിയത് ഈ ഒരു തലമുറയുടെ വരവോടുകൂടിയാണ്. മൾട്ടി റോൾ എയർക്രാഫ്റ്റ് എന്ന കൺസെപ്റ്റിന് തന്നെ ജന്മം നൽകിയ തലമുറ. ഇതിൽ പൾസ് ഡോപ്ലർ റഡാറിന്റെ സഹായത്തോടെ വിഷ്വൽ റേഞ്ചിന് അപ്പുറമുള്ള ടാർഗറ്റുകളിലേക്കും ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. എയർ ടു എയർ മിസൈലുകളും എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ഒക്കെ ആദ്യം ഘടിപ്പിച്ചതും ഈ തലമുറയിൽപ്പെട്ട വിമാനങ്ങളിൽ തന്നെയായിരുന്നു. 1970കളുടെ മധ്യത്തിൽ തുടങ്ങി 2000 വരെയുള്ള കാലഘട്ടമായിരുന്നു 4ാം തലമുറ യുദ്ധവിമാനങ്ങളുടേത്. ഈ ഒരു തലമുറയോടുകൂടിയാണ് ശരിക്കുള്ള മൾട്ടി റോൾ എയർക്രാഫ്റ്റുകൾ പിറന്നത്. ഇതിൽ സെമി ഓട്ടോ പൈലറ്റിങ്ങും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. വിമാനങ്ങളിലെ ഹൈപ്പർ മാനുവറബിലിറ്റി, അതായത് സർക്കസ് കൂടാരങ്ങളിലൊക്കെ കാണുന്നത് പോലുള്ള ചടുലത കണ്ടു തുടങ്ങിയതും ഈ ഒരു തലമുറയിൽ തന്നെയാണ്. സുഖോയ് 30 കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റെൽത്ത് എന്ന കൺസെപ്റ്റിന്, അതായത് റഡാറിനെ വെട്ടിച്ച് പറക്കാനുള്ള കഴിവ്, ഈ ഒരു ആശയം ഉടലെടുക്കുന്നത് 4ാം തലമുറ വിമാനങ്ങളുടെ വരവോടുകൂടിയാണെന്ന് പറയാം. പിന്നീട് 4ാം തലമുറയ്ക്കും 5ാം തലമുറയ്ക്കും ഇടയിൽ ചില വേരിയന്റുകൾ വരികയുണ്ടായി. അവയൊക്കെ അറിയപ്പെടുന്നത് 4.5 എന്നും 4+ എന്നും 4++ എന്നുമൊക്കെയാണ്. ഇതിൽ AESA റഡാറുകളും ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് സിസ്റ്റവും സെൻസർ ഫ്യൂഷനുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. വിവിധ ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റകളെ സംയോജിപ്പിച്ച് പൈലറ്റിനൊരു സിറ്റുവേഷണൽ അവയർനെസ്, അതായത് സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീടുള്ളൊരു മാറ്റമായിരുന്നു സൂപ്പർ ക്രൂയിസ് എബിലിറ്റി, അതായത് സൂപ്പർസോണിക് സ്പീഡിൽ വളരെയധികം ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ്.
അതുപോലെ തന്നെ വിമാനത്തിനെ സ്റ്റെൽത്തി ആക്കാൻ വേണ്ടി വിമാനത്തിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാനും വിമാനഭാഗങ്ങൾ കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കാനും തുടങ്ങി. 2005 അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ പിറവിയെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്നുള്ളത് റഡാറുകളുടെ കണ്ണിൽ പെടാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നുള്ളതാണ്. പല വിമാനങ്ങൾക്കും ഇത് 5 സ്ക്വയർ സെന്റിമീറ്ററിലും താഴെയൊക്കെ ആയിരിക്കും. പല വിമാനങ്ങളിലും ഇന്റേണൽ വെപ്പൺ ബേ ഉപയോഗിക്കുന്നത് കൊണ്ട് റഡാറുകൾക്ക് ഇവയെ ഇങ്ങനെയും കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ് VTOL-ഉം STOL-ഉം, വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്ങും ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്ങും. അതായത് നിന്ന നിൽപ്പിൽ തന്നെ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ ചെയ്യാനുള്ള കഴിവ്. ഇത് റൺവേ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ വളരെയധികം പ്രയോജനകരമാണ്. ഇനി 6ാം തലമുറയിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം കവച്ചു വയ്ക്കുന്ന ഫീച്ചേഴ്സാണ് ഉള്ളത്. അതിലൊന്നാണ് സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ്, അതായത് ഔട്ടർ സ്പേസിലൊക്കെ പ്രവേശിക്കാനുള്ള കഴിവ്. ആന്റി സാറ്റലൈറ്റ് വാർഫെയറിന് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രവുമല്ല ശത്രുക്കളുടെ മിസൈലുകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാം. പിന്നെ ഇതിൽ അഡ്വാൻസ്ഡ് ഡുവൽ സൈക്കിൾ എഞ്ചിനുകളായിരിക്കും ഉപയോഗിക്കുക. ഇതുമൂലം വിമാനം സൂപ്പർസോണിക് സ്പീഡിൽ എത്ര ദൂരം പറന്നാലും ഇതിൻ്റെ ഇന്ധനക്ഷമത നഷ്ടപ്പെടുന്നില്ല എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ചും വർദ്ധിക്കും. പിന്നെയുള്ളത് 6ാം തലമുറ യുദ്ധവിമാനത്തിൽ തന്നെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അൺമാൻഡ് വെർഷനും ഉണ്ടാകും. ഇത് സാധാരണ ഡ്രോണുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കാരണം ഡ്രോണുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ ഉണ്ടാകും. ഇവിടെ നിന്നുള്ള സിഗ്നലുകൾ പ്രകാരമായിരിക്കും ഇത് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ ടൈമായി ചിലപ്പോൾ മില്ലി സെക്കൻഡുകളൊക്കെ നഷ്ടപ്പെടും. AI കൺട്രോൾഡ് അൺമാൻഡ് വെർഷൻ വരുമ്പോൾ ആ പ്രശ്നത്തെയും മറികടക്കാനാകും. മാത്രവുമല്ല ഇങ്ങനെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിമാനം പറത്തിയാൽ പൈലറ്റുമാർ ഹൈ ആക്സിലറേഷൻ കൊണ്ട് അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാം. ഇനി ചൈനയുടെ J-36ലേക്ക് മടങ്ങി വരാം. ഇവർ 3 എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സാധാരണ ഒരു എയർക്രാഫ്റ്റുകളിൽ നിന്ന് വിരുദ്ധമാണ്. ഇതിനെക്കുറിച്ച് പല അനലിസ്റ്റുകളും പറയുന്നത് ചൈന എഞ്ചിൻ ടെക്നോളജിയിൽ അത്ര അഡ്വാൻസ്ഡ് അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ 2 എഞ്ചിനുകൾ കൊണ്ട് ആവശ്യത്തിന് ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് 3ാമത്തെ എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു അഭിപ്രായം. 2 എണ്ണം സാധാരണ പോലെ സൈഡിലും 1 എണ്ണം ടോപ്പിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു അസാധാരണ ഡിസൈൻ ഇതിൻ്റെ വെർട്ടിക്കൽ പെർഫോമൻസിനെ ദോഷകരമായി ബാധിക്കുമെന്നും ഒരു അഭിപ്രായമുണ്ട്. ചൈനയുടെ തന്നെ J-16 എഞ്ചിൻ വളരെയധികം അണ്ടർ പവേർഡ് ആണെന്നുള്ളൊരു വാദവും ഇടയ്ക്ക് ജപ്പാന്റെ അനലിസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു റിയൽ ടൈം വാർ സിറ്റുവേഷനിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ വിമാനത്തിൻ്റെയൊക്കെ ശരിക്കുള്ള എഫിഷ്യൻസി നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഗ്ലോബൽ എയർ പവർ റാങ്കിങ്ങിൽ ചൈനയുടെ സ്ഥാനം എന്തുകൊണ്ട് ഇന്ത്യക്ക് പിന്നിൽ 4ാം സ്ഥാനത്തായി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഇത്. ചൈനയുടെയും ഇന്ത്യയുടെയും കൈവശമുള്ള മൊത്തം മിലിറ്ററി എയർക്രാഫ്റ്റുകളുടെ എണ്ണമൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ ചൈനയുടെ PLA-AFന്റെ കയ്യിൽ മൊത്തം 3210 വിമാനങ്ങളാണ് ഉള്ളത്. അതേസമയം ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശം 2123 വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ടും WDMMA പുറത്തിറക്കിയ ട്രൂ വാല്യൂ റേറ്റിംഗിൽ ഇന്ത്യയുടെ സ്കോർ 69.4ഉം ചൈനയുടേത് 63.8ഉമാണ്. 1ാം സ്ഥാനത്തുള്ള US-ന്റെ സ്കോർ 242.9 റഷ്യൻ എയർഫോഴ്സിൻ്റേത് 114.2. ഈ ഒരു റേറ്റിംഗിനോട് വളരെ രൂക്ഷമായാണ് ചൈന പ്രതികരിച്ചത്. ഇത് വ്യാജമാണെന്നും ഇതിനെ അംഗീകരിക്കില്ലെന്നുമായിരുന്നു അവരുടെ ഒരു പ്രതികരണം. ഇവിടെ റേറ്റിംഗിന് മാനദണ്ഡമായി എടുത്തിരിക്കുന്നത് മൊത്തം വിമാനങ്ങളുടെ എണ്ണമോ പൈലറ്റുമാരുടെ എണ്ണമോ ഒന്നുമല്ല, പകരം അവരുടെ കാര്യപ്രാപ്തിയാണ്. വളരെയധികം ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ പരിശീലനം ലഭിക്കുന്ന ഇന്ത്യൻ പൈലറ്റുമാർ ചൈനീസ് പൈലറ്റുമാരെക്കാൾ കൂടുതൽ കാര്യശേഷി ഉള്ളവരായിട്ടാണ് ഗ്ലോബൽ റാങ്കിംഗ് ഏജൻസി ആയിട്ടുള്ള വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് കാണുന്നത്. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ എയർഫോഴ്സ് പ്രകടിപ്പിച്ച അത്യുഗ്ര പോരാട്ടവീര്യവും അതിനുശേഷം ബാലാക്കോട്ടിൽ നടത്തിയ എയർ സ്ട്രൈക്കിന്റെ കൃത്യതയുമൊക്കെയാണ് ചൈനയ്ക്ക് മുകളിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം നൽകിക്കൊടുത്തത്. അതേസമയം ചൈനയ്ക്കാകട്ടെ ഏതാനും ചില എയർ ഷോകളിൽ നടത്തിയ പ്രകടനവും അതുപോലെ തന്നെ തൈവാന്റെയും ജപ്പാന്റെയും ഒക്കെ വ്യോമാതിർത്തി ലംഘിച്ച് നടത്തിയ ചില നിരീക്ഷണങ്ങളുമാണ് ആകെ മുതൽക്കൂട്ടായി കാണിക്കാനുണ്ടായിരുന്നത്. WDMMA ചൈനീസ് വ്യോമസേനയ്ക്ക് വേണ്ടത്ര അംഗീകാരമൊന്നും ഇതുവരെ നൽകിയിട്ടില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന 6ാം തലമുറ യുദ്ധവിമാനവും ഇനിയും മാറ്റുരച്ച് നോക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.